ഒരു സൂപ്പർ ബൈക്കിന്റെ മാതൃകയിൽ ഇ ബൈക്ക് ഉണ്ടാക്കണമെന്ന ആഗ്രഹം പൂർത്തീകരിച്ചിരിക്കുകയാണ് കൊച്ചി സ്വദേശിയായ ഷോൺ കെ അബ്രോസ്. എഞ്ചിനീയറിംഗ് പഠനകാലത്ത് ഇലക്ട്രിക് ബൈക്ക് ഉണ്ടാക്കണമെന്ന ലക്ഷ്യമാണ് പഠനശേഷം ഷോൺ പൂർത്തീകരിച്ചത്. 1.5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ബൈക്ക് വാഹന നിർമ്മാണ കമ്പനിയുമായി സഹകരിച്ച് സ്റ്റാർട്ടപ്പ് സംരംഭം ആരംഭിക്കുകയാണ് അടുത്ത ലക്ഷ്യം. +2 സമയത്ത് ഞാനൊരു ഇലക്ട്രിക് ബൈക്ക് ഉണ്ടാക്കിയെങ്കിലും നല്ലൊരു മോഡൽ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ മാത്രം രീതിയിലൊരു വണ്ടി ഉണ്ടാക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ കോളേജിലൊരു ഓട്ടോ ഷോ പ്ലാൻ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇലക്ട്രിക് ബൈക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഈ ബൈക്ക് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ എൻ്റെ മെയിൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സൂപ്പർ ബൈക്സ് അങ്ങനത്തെ കാറ്റഗറിയിലുള്ള ഭയങ്കര ഇനീഷ്യൽ ടോപ്പ് സ്പീഡൊക്കെ ഉള്ള വെഹിക്കിൾസ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സ്പോർട്സ് ബൈക്ക് പോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ആ ഒരു സെയിം ഫീലും ഇതിൻ്റെ ഒരു എർഗോണോമിക്സ് എല്ലാം ഞാൻ അങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ പോയിന്റ്സും ആ റൈറ്റ് ഫീലും സീറ്റിംഗ് പോസ്റ്ററെല്ലാം ഒരു സ്പോർട്സ് ബൈക്കിന് ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്നത്. പിന്നെ സ്പോർട്സ് ബൈക്കിൽ വരുന്ന സിംഗിൾ സൈഡ് സ്വിംഗ് ആർം, USD ഫോക്സ് അതെല്ലാം മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഈ വണ്ടിക്ക് ചെറിയ ടയേഴ്സ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മാക്സിമം ടോർക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ്. അതായത് വലിയൊരു ടയർ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അഗ്രസീവായിട്ട് അല്ലെങ്കിൽ ഒരു ടോപ്പ് സ്പീഡ് ലെവലിലേക്കായിരിക്കും വണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിന് ചെറിയ മാക്സിമം ടോർക്ക് കിട്ടാൻ വേണ്ടി ചെറിയൊരു വീൽസ് കൊടുക്കുന്നുള്ളൂ. പിന്നെ എൻ്റെ നെക്സ്റ്റ് ഒരു എയിം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു മാനുഫാക്ചറായിട്ട് ഒരു ബൈക്ക് മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് കൊളാബ് ചെയ്ത് നല്ലൊരു വെഹിക്കിൾ മാനുഫാക്ചർ ചെയ്യണം എന്നാണ്. എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ടഫായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രേക്സ് ആയിരുന്നു. ഡിസ്ക് ബ്രേക്സ് വേണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഡിസ്ക് കാലിപ്പേഴ്സ് അറ്റാച്ച് ചെയ്യാനായിട്ട് അതിൻ്റെ മൗണ്ടും കാര്യങ്ങളെല്ലാം കസ്റ്റമൈസ് ചെയ്യേണ്ടി വന്നു. അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ റിയർ ബ്രേക്സ് ഞാൻ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിന്നാണ് ബ്രേക്സ് എല്ലാം സോഴ്സ് ചെയ്തത്. പക്ഷേ അതുകൊണ്ടുണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും പല ടൈമിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതെനിക്ക് കുറേ ടഫ് സിറ്റുവേഷൻസ് ഉണ്ടാക്കി. കുറേ ടൈമും മണിയും വേസ്റ്റായി. മനോരമ ന്യൂസ്, കൊച്ചി.